ആസമിൽ പ്രളയക്കെടുതി അതീവ ഗുരുതരമായി തുടരുന്നു. സംസ്ഥാനത്ത് പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 95ആയി ഉയർന്നു. 6 മരണങ്ങൾ കൂടി പുതുതായി സ്ഥിരീകരിച്ചതോടെയാണ് സ്ഥിതിഗതികൾ കൂടുതൽ ദാരുണമായത്. 14 ജില്ലകളിലായി 1.5 ലക്ഷത്തിലധികം ആളുകളെ പ്രളയം നേരിട്ടു ബാധിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടുത്ത 3 ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 14 ജില്ലകളിലായി 1,60,000 ആളുകളാണ് പ്രളയക്കെടുതിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. നുമാലിഗണ്ടിൽ ധനശ്രീ നദി അപകടകരമായ നിലയിൽ കരകവിഞ്ഞൊഴുകുന്നു. ബിശ്വനാഥ്, ശിവനഗർ ജില്ലകളിൽ 2 മരണങ്ങൾ വീതവും ഗോലാഘട്ടിലും മൊറിഗാവിലും ഓരോ മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. ശിവസാഗറിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം നേരിട്ടത്. ലങ്കിപൂർ, ധേമാജി, കാംരൂപ്, മെട്രോപൊളിറ്റൻ തുടങ്ങിയ നിരവധി ജില്ലകൾ വെള്ളത്തിനടിയിലാണ്. നിലവിൽ 45 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,356 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് ഉത്തരേന്ത്യയാകെ കനത്ത മഴ ഭീതി വിതയ്ക്കുകയാണ്. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത 3 ദിവസം ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഹിമാലയത്തിന് മുകളിലുള്ള വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്, ഉത്തർപ്രദേശ്, ബീഹാർ മേഖലകളിലെ ചക്രവാതി ചുഴി, ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റ് എന്നിവയാണ് കനത്ത മഴയ്ക്ക് കാരണം. ഡൽഹിയിലെ സംഗം വിഹാർ, ചെങ്കോട്ടെ, ഐടിഒ എന്നിവിടങ്ങളിൽ കനത്ത വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും രൂപപ്പെട്ടു. ഒഡീഷ തലസ്ഥാനമായ ഭുവനേശ്വറിൽ 100 മില്ലിമീറ്റർ മഴ പെയ്തതിനെ തുടർന്ന് നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. നാഗാലാൻഡിൽ ചുമോകേഡിമ, പേരൻ ജില്ലകളിലെ ബന്ധിപ്പിക്കുന്ന താൽക്കാലിക പാലം ഒലിച്ചുപോയി. ഉത്തരാഖണ്ഡിൽ അളകനന്ദ, മന്ദാകിനി നദികൾ കരകവിഞ്ഞൊഴുകുന്നതോടെ പ്രളയഭീതി ഇരട്ടിച്ചിരിക്കുകയാണ്. ആസം, മേഘാലയ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം. ഉത്തരേന്ത്യയിലും വടക്കൻ സംസ്ഥാനങ്ങളിലും തുടർന്ന കാലവർഷക്കെടുതി ജനജീവിതത്തെ പൂർണ്ണമായും ബാധിച്ചിരിക്കുകയാണ്. പ്രളയബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമ്പോഴും കനത്ത മഴ വരും ദിവസങ്ങളിൽ കൂടുതൽ വെല്ലുവിളി ഉയർത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്.